നമസ്കാരം. ദേശീയപാത നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നാൽ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് കഴിഞ്ഞ 3 വർഷം മുമ്പ് ഞാൻ തലപ്പാടി മുതൽ കാലിക്കടവ് വഴിയുള്ള റോഡിൻ്റെ പല ഘട്ടങ്ങളായുള്ള വീഡിയോകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് വീണ്ടും പുതിയ പ്രവർത്തന പുരോഗതിയുമായിട്ട് റോഡിൻ്റെ പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചുകൊണ്ട് ഞാൻ വീണ്ടും വീഡിയോ എടുക്കുകയാണ്. വീഡിയോൻ്റെ പ്രത്യേകത ഇതാണ്. 2 വീഡിയോയും കമ്പൈൻ ആയിട്ടൊരു കോമ്പിനേഷൻ വീഡിയോ ആണ്. പഴയ വീഡിയോയും പുതിയ വീഡിയോയും കമ്പൈൻ ആയിട്ട് ഒന്നിച്ച് കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇന്ന് ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് പൊയിനാച്ചി മുതൽ പെരിയ വരെയുള്ള റോഡിൻ്റെ പുരോഗതിയാണ്. പഴയ റോഡ് എങ്ങനെയായിരുന്നു എന്നും ഇപ്പോൾ എങ്ങനെയാണ്, എത്രയൊക്കെ പുരോഗതി പ്രാപിച്ചിട്ടുണ്ടെന്നും ആണ് ഞാൻ ചെയ്യുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്ക് പൊയിനാച്ചിയുടെ വടക്ക് ഭാഗത്തുള്ള പെട്രോൾ പമ്പിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് സർവീസ് റോഡിൽ നിന്ന് നമുക്ക് പുതിയ വീഡിയോ തുടങ്ങാം. അതോടൊപ്പം തന്നെ താഴത്തെ വ്യൂ പഴയ വീഡിയോ ആണ്. 2021 ഒക്ടോബറിൽ ഞാൻ പണി തുടങ്ങുമ്പോൾ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള കമ്പാരിഷനിലൂടെയാണ് ഈ വീഡിയോ പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ബ്രേക്സ് ഉണ്ടാവും. ചില പഴയ വീഡിയോ ചിലത് മിസ്സിങ് ആയതുകൊണ്ട് അത് ബ്രേക്ക് ഉണ്ടാവും. ഇതിപ്പോൾ പൊയിനാച്ചി ഓവർപാസിൻ്റെ അടിയിലൂടെ പോകുന്ന സീനാണ്. മുകളിൽ താഴെ കാണുന്ന വീഡിയോ പഴയ പൊയിനാച്ചിയാണ്. അപ്പോൾ ഇത്ര തമ്മിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. പൊയിനാച്ചി ശരിക്ക് പുതിയതായി ഒരാൾ വന്നു കഴിഞ്ഞാൽ പൊയിനാച്ചി അകപ്പാടെ മാറിയ ഒരു സ്ഥിതിയിലാണ് കാണുന്നത്. ഇപ്പോൾ പൊയിനാച്ചിയുടെ മോൾ ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വീഡിയോ എടുക്കാൻ പറ്റില്ല. അത് ഞാൻ പിന്നെ ഒരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ഹൈവേയിൽ വഴി പഴയ വീഡിയോ ആയിട്ട് കമ്പയർ ചെയ്ത് പോകുന്നതുകൊണ്ട് ആ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാണ് പൊയിനാച്ചി വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്തെ ഭാഗം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കനത്ത മഴ കാരണം പണിയൊക്കെ സ്ലോയിലാണ്. പണി ഇപ്പോൾ ഭാഗികമായിട്ടേ നടക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു. പല ദിക്കിലും പണി നിർത്തിയിട്ടുണ്ട്. ശക്തമായ മഴയാണ് ഇപ്രാവശ്യം കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായത്. അതുകൊണ്ട് പണിയെ അത് ശരിക്കും ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത്. അപ്പോൾ പൊയിനാച്ചി ടൗൺ കഴിഞ്ഞു. ഇനിയിപ്പോൾ മൈലാട്ടി ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിപ്പോൾ പഴയ റോഡിൽ ഏകദേശം JCB ഒക്കെ വന്ന് ലാൻഡ് ഡെവലപ്പിംഗ് വർക്ക് നോക്കുന്നതാണ് പഴയ വീഡിയോയിൽ കാണുന്നത്. പുതിയതിൽ ഏകദേശം പണി 80% പണി പൂർത്തിയായ, ഇവിടുന്ന് പെരിയ വരെയുള്ള ഭാഗം ഏകദേശം പണി പൂർത്തിയായിട്ടുണ്ട്. അതാണ് മുകളിൽ കാണുന്ന വീഡിയോ. അധികം കയറ്റിറക്കമില്ലാതെ പരന്ന സ്ഥലമായതാണ് പെരിയെന്ന്. പൊയിനാച്ചി പെരിയ ഈ മേഖലകളിലായതുകൊണ്ട് റോഡ് പെട്ടെന്ന് പണി തീർക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി നമുക്ക് മൈലാട്ടി ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മൈലാട്ടി ഇപ്പോൾ താഴെയുള്ള വീഡിയോയിൽ കാണാൻ ഒന്നുമില്ല. വളരെ നേരോ ആയിട്ടുള്ള റോഡാണ്. മുകളിൽ ഇപ്പോൾ മൈലാട്ടി കംപ്ലീറ്റ് ഏകദേശം ഫിനിഷായ റോഡാണ് കാണുന്നത്. മൈലാട്ടിയിലാണ് ഇവിടെ കോൺട്രാക്ടറുടെ ഓഫീസും യാർഡൊക്കെ സ്ഥിതി ചെയ്യുന്നത് മൈലാട്ടിയിലാണ്. ആദ്യത്തെ റീച്ചായ തലപ്പാടി ചെങ്കള റീച്ച് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പണിയായത് കാരണം വളരെ പെട്ടെന്ന് തന്നെ പണി തീർന്നിട്ടുണ്ട്. ആ വീഡിയോ നമ്മൾ ഇനി അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതാണ്, പഴയ വീഡിയോയും പുതിയ വീഡിയോ ആയിട്ട്. ഇതിൽ അത്ര സിസ്റ്റമാറ്റിക്കല്ല. ഈ കോൺട്രാക്ടറുടെ വർക്കൊന്നും സിസ്റ്റമാറ്റിക്കല്ല. ഒരുപാട് പരാതികൾ ഉയർന്ന ഒരു വർക്കാണ് വരുന്നത്. 2 റീച്ച്, നീലേശ്വരം വരെയുള്ള റീച്ചും അത് കഴിഞ്ഞ് തലപ്പറമ്പ് വരെയുള്ള 2 റീച്ചിൻ്റെ പ്രവൃത്തി ഈ കോൺട്രാക്ടറാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ന് തന്നെ അറിയാം, ചെറുത്തൂർ വീരമലക്കുന്നിൽ മണ്ണിടിഞ്ഞിട്ട് റോഡ് ബ്ലോക്കായി. ഭാഗ്യം കൊണ്ട് ആർക്കും ഒന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടു. തെക്കിൽ ഭാഗത്ത് എപ്പോഴും ഇത് തന്നെയാണ് പ്രശ്നം. അപ്പോൾ പരിസ്ഥിതി ലോല പ്രദേശമായി നിൽക്കുന്ന ഇത്രയ്ക്കിൽ ഹൈവേ നിർമ്മാണത്തിൽ കുറച്ചെങ്കിലും കരുതലോടെ വേണ്ടത് അത്യാവശ്യമാണ്. പലപ്പോഴും ഞാൻ ഓർത്തിട്ടുള്ളത് ഈ സർവീസ് റോഡിലൂടെയുള്ള വഴി തിരിച്ചിടുമ്പോൾ മഴക്കാലത്തെങ്കിലും സർവീസ് റോഡും ഓടയും ഒക്കെ മുൻപേ തയ്യാറാക്കി വെച്ചിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. നാട്ടുകാർക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് സർവീസ് റോഡ് യൂസ് ചെയ്യുന്ന സമയത്ത് മര്യാദക്ക് പൊട്ടിപ്പൊളിഞ്ഞ റോഡും അതുപോലെ വെള്ളം ഒഴുകി പോകാൻ സൗകര്യമില്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഈ മഴക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മൈലാട്ടിയുടെ 2 വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മൈലാട്ടിയുടെ പഴയ മുഖവും പുതിയ മുഖത്ത് ഇപ്പോൾ കാണുന്നത് മേഘ കമ്പനിയുടെ ഗോഡൗണിൻ്റെ വേലിയും കാണാം. അതിനപ്പുറം KVRൻ്റെ ഷോറൂം. ഇത് രണ്ടുമാണ് പ്രധാന ലാൻഡ്മാർക്ക് ഇവിടുത്തെ. ഇപ്പോൾ മൈലാട്ടി മേഘ കൺസ്ട്രക്ഷൻസിൻ്റെ ഓഫീസ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് മാരുതിയുടെ ഷോറൂമാണ്, KVRൻ്റെ. അത് കഴിഞ്ഞ് റോഡ് കുറച്ച് ഹൈറ്റ് കുറഞ്ഞിട്ട് താഴ്ത്തിയിട്ടാണ് പോകുന്നത്. താഴ്ന്നിട്ട് പോയിട്ട് അത് വീണ്ടും വട്ടത്തൂർ അണ്ടർപാസിലേക്ക് കയറും. ഓരോ 5 കിലോമീറ്ററിലും ഒരു അണ്ടർപാസിന് പകരം ഇപ്പോൾ നാട്ടുകാരുടെ എതിർപ്പ് കാരണം പല ദിക്കിലും അണ്ടർപാസ് പുതുതായി നിർമ്മിക്കേണ്ടിയും വന്നിട്ടുണ്ട്.
ഇതിപ്പോൾ കാണുന്നത് മുനിക്കലാണ്. പെരിയോട്ടെടുക്കത്തിന് മുമ്പ് മുനിക്കൽ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്നതുകൊണ്ട് സർവീസ് റോഡിലേക്ക് ബൈപ്പാസ് ചെയ്തിട്ടുണ്ട് റോഡ്. പഴയ വീഡിയോ മിസ്സിംഗ് ആയത് കാരണം പുതിയ വീഡിയോ മാത്രമേ ഇവിടെ കാണാനുള്ളൂ. ഇപ്പോൾ പെരിയോട്ടെടുക്കത്തെ സർവീസ് റോഡിൽ പോകുന്ന റോഡൊക്കെ വളരെ മോശമാണ്, കണ്ടാലറിയാം. വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് റോഡുള്ളത്. ഇപ്പോൾ 2 വീഡിയോകൾ കിട്ടിയിട്ടുണ്ട്. പഴയ പെരിയോട്ടെടുക്കത്തിലെ ആൽമരവും ആ വളവും കാണാം. പഴയ വീഡിയോയിൽ ഒരുപാട് ആക്സിഡൻറ്റുകൾ സംഭവിക്കുന്ന ആ വളവ് ഇന്ന് ഏകദേശം നിവർന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അണ്ടർപാസിൻ്റെ പണി നടന്നുകൊണ്ടൊക്കെ ഏകദേശം പണി പൂർത്തിയായി വരികയാണ്. ഏകദേശം മഴ മാറിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മുകളിലൂടെ റോഡിൽ തുറന്നു കൊടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. ഇനി അടുത്തത് പെരിയോട്ടെടുക്കം ടൗണാണ്. പെരിയോട്ടെടുക്കം ടൗണിലും ഒരുപാട് മാറ്റമുണ്ട്. അണ്ടർപാസും അതുപോലെ തന്നെ റോഡ് വൈഡനിങ്ങിന് സമയത്ത് കുറേ ബിൽഡിങ്ങുകൾ പൊളിച്ചിട്ടുണ്ട്. അതിൻ്റെ മാറ്റവും നമുക്കിപ്പോൾ കാണാൻ പറ്റും. താഴെ കാണുന്ന ആ വലിയ ബിൽഡിംഗ് ഇപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ ബിൽഡിങ്ങാണ്. ഇപ്പോൾ അതിന് പകരം പുതിയ ബിൽഡിംഗ് അവിടെ വന്നതും നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നതാണ്. പെരിയോട്ടെടുക്കത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ പെരിയോട്ടെടുക്കം ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് വികസനം വന്ന ഒരു കൊച്ചു ടൗണാണ്. അപ്പോൾ പഴയത്തെ പെരിയോട്ടെടുക്കമല്ല. പഴയ വീഡിയോയിൽ കാണുന്ന ആ ചെറിയ ബസ് സ്റ്റോപ്പും അതൊന്നും മാറി പെരിയോട്ടെടുക്കത്ത് ഒരുപാട് ബിൽഡിങ്സും സ്ഥാപനങ്ങളൊക്കെ വന്നിട്ട് നല്ലൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായ ഒരു സ്ഥലമാണ് പെരിയോട്ടെടുക്കം. പെരിയോട്ടെടുക്കം കഴിഞ്ഞാൽ മുമ്പോട്ട് പോയാൽ ചെരുമ്പയാണ്. ചെരുമ്പപ്പള്ളി ആണ്. പിന്നെ ഈ അടുത്ത് ഹൈവേ വൈഡനിങ് സമയത്ത് പൊളിച്ചു മാറ്റി പുതിയ മനോഹരമായ ഒരു പള്ളി പണിതതിൻ്റെ മീനാരം നമുക്ക് ഈ വീഡിയോയിൽ കാണാം. പഴയ വീഡിയോ മിസ്സിംഗ് ആയതുകൊണ്ട് ഇടാൻ പറ്റിയിട്ടില്ല. അടുത്തത് ഇനി കുണിയ ലക്ഷ്യമാക്കി നമുക്ക് പോവാം. ഇത് ചെരുമ്പപ്പള്ളി കഴിഞ്ഞാൽ അടുത്ത കുണിയാണ്. കുണിയ കംപ്ലീറ്റ് റോഡ് ഏകദേശം സ്ട്രക്ചർ കംപ്ലീറ്റ് പൂർത്തിയായിട്ടുണ്ട്. അവസാനത്തെ ഫിനിഷിംഗ് വർക്ക് കുറച്ച് ബാക്കിയേ ഉള്ളൂ. ഏകദേശം കുണിയ മുതൽ പെരിയ വരെയുള്ള എല്ലാ അണ്ടർപാസുകളുടെ പണി സെൻട്രൽ യൂണിവേഴ്സിറ്റി അണ്ടർപാസ് ഒഴികെ ബാക്കിയെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് യാത്ര ഇതുവഴി അങ്ങോട്ട് വളരെ കുറച്ച് സ്മൂത്താണ്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുന്ന് കുണിയ മുതൽ പുല്ലൂർ സെൻട്രൽ യൂണിവേഴ്സിറ്റി വരെ 3 അണ്ടർപാസ് ഉള്ളത് കുണിയ ഭാഗത്തുള്ളവർക്ക് ഒരു സൗഭാഗ്യം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ പെരിയ ബസാറിലെ അണ്ടർപാസ് കിട്ടാൻ വേണ്ടി നാട്ടുകാരുടെ സംയുക്ത സമരസമിതിയുടെ നിരന്തരമായ സമരം കാരണം ചെറിയ ഒരു മിനി അണ്ടർപാസും ലഭ്യമായിട്ടുണ്ട്. നമ്മളിപ്പോൾ കുണിയ കഴിഞ്ഞ് നവോദയ നഗർ ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയാണ്. ഇതിപ്പോൾ കുണിയ നവോദയ നഗർ ഭാഗത്തെ 2 വീഡിയോ ആണ്. പഴയകാലത്തെ വീഡിയോയും പുതിയ വീഡിയോയും നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവിടെ ചെറിയൊരു അടിയിലൂടെ റോഡ് പോകുന്നത്. ഇവിടെ നവോദയ സ്കൂളുള്ളത് കൊണ്ട് ഒരു ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. BSNLൻ്റെ ടവർ കാണാം, പഴയതും പുതിയതും. അതിപ്പോൾ അതിൻ്റെ ആ സ്ഥലത്തിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. ഇനി നമ്മൾ പെരിയ ബസാർ ലക്ഷ്യമാക്കിക്കൊണ്ട് പോകുന്നതാണ്. പെരിയ ബസാറിലെ മാറ്റങ്ങൾ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ റോഡിൻ്റെ ചെറിയ ഒരു മിനി അണ്ടർപാസ് പെരിയ ബസാറിൽ കിട്ടിയിട്ടുണ്ട്. പെരിയ ബസാറിലെ പ്രധാന മാറ്റം ഇതൊക്കെ തന്നെയാണ്. അണ്ടർപാസിന് അപ്പുറമുള്ള ബിൽഡിങ്ങുകളുണ്ട്. അതൊക്കെ പൊളിക്കുന്ന ഒരു ദൃശ്യം, പഴയൊരു ദൃശ്യം ഇതോടൊപ്പം ഞാൻ കാണിച്ചു തരുന്നതാണ്. പഴയ ബിൽഡിംഗ് പൊളിക്കും 3 വർഷം മുമ്പ് പഴയ ബിൽഡിംഗ് പൊളിച്ച് മാറ്റുന്നതും പഴയ ഗ്രാമീണ ബാങ്ക് കച്ചവട കേന്ദ്രങ്ങൾ ഇതെല്ലാം പൊളിക്കുന്ന ഒരു ദൃശ്യവും ഇതോടൊപ്പം ഞാൻ കാണിച്ചു തരാം. അടിയിൽ താഴെ കാണുന്ന വീഡിയോയിൽ അതിന് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ഇതാണ് പെരിയ ബസാറിലെ പഴയ ബസ് സ്റ്റോപ്പ്. താഴെ നിങ്ങൾക്ക് കാണാം. അതിന് മുകളിൽ കാണുന്നത് പുതിയതായി നിർമ്മിച്ച റോഡാണ്. ഇപ്പോൾ ഇവിടെ താഴത്തെ വീഡിയോയിൽ ഇത് ബിൽഡിങ്ങൊക്കെ പൊളിക്കുന്നതാണ്. പഴയ കാലത്ത് പെരിയ ബസാർ എന്ന് പറഞ്ഞാൽ പെരിയയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കച്ചവട കേന്ദ്രമായിരുന്നു. പെരിയ ബസ് സ്റ്റോപ്പ് ആ സമയത്ത് വലിയ ഡെവലപ്മെൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പെരിയ ബസ് സ്റ്റോപ്പ് ഭാഗത്താണ് കൂടുതൽ ഡെവലപ്മെൻറ്റായിട്ട് വന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഡൈവേർട്ട് ചെയ്തിട്ട് പോകുന്നത് പെരിയ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് എനിക്ക് പെരിയ ബസ് സ്റ്റോപ്പിലേക്ക് പോകേണ്ടതുകൊണ്ട് ഞാൻ ഈ സർവീസ് റോഡിലൂടെ പിന്നെ പെരിയ ഭാഗത്തേക്ക് പോകുകയാണ്. പഴയ റോഡും അതുപോലെ മുകളിൽ സർവീസ് റോഡിലൂടെ പെരിയ ഭാഗത്തേക്ക് പോകുന്ന വീഡിയോ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അടുത്ത വീഡിയോ പെരിയ മുതൽ മാവുങ്കാൽ വരെയുള്ള വീഡിയോ ആയിരിക്കും. വീഡിയോയിൽ ഞാൻ അണ്ടർപാസിൻ്റെ മുകളിലൂടെ പെരിയ അണ്ടർപാസിൻ്റെ മുകളിലൂടെ പോകുന്ന വീഡിയോ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ വീഡിയോ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോയിലെ അപ്ഡേഷൻ കൃത്യസമയത്ത് ലഭിക്കുന്നതിന് നന്നായിരിക്കും. ഇപ്പോൾ കാണുന്ന വീഡിയോ പെരിയ പോളിടെക്നിക്കിൻ്റെ മുൻവശത്തൂടെയാണ് നമ്മൾ പോകുന്നത്. പെരിയ റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ്ങും പെരിയ പോളിടെക്നിക് ബിൽഡിങ് പഴയ വീഡിയോയിൽ കാണാം. മറ്റേത് സർവീസ് റോഡ് അപ്പുറത്തായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഈ 6 വരിപ്പാത കടന്നു പോകുന്നത് മുഴുവനും ബാരിക്കേഡ് വെച്ച് കവർ ചെയ്ത് കാരണം സ്കൂൾ, കോളേജ് അതുപോലുള്ള സ്ഥാപനങ്ങളിൽ ക്രോസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിട്ട് പലതിലും കാണാം. പെരിയയിലും അതുപോലെ ഫേസ് ചെയ്യുന്ന പെരിയ സ്കൂൾ, പോളിടെക്നിക്, അങ്ങനെ ചാലുങ്ങാല് പ്രദേശങ്ങളിലൊക്കെ ക്രോസ് ചെയ്യാൻ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ പെരിയ ബസ് സ്റ്റോപ്പിനോട് അടുത്ത് വരികയാണ്. നോക്കൂ, പെരിയ ബസ് സ്റ്റോപ്പിലെത്തുമ്പോൾ രണ്ട് റോഡും തമ്മിലുള്ള വ്യത്യാസം 3 വർഷം മുമ്പുള്ള പെരിയയിലെയും ഇപ്പോഴത്തെ അണ്ടർപാസിൻ്റെ നിർമ്മാണത്തോടു കൂടിയുള്ള റോഡ് നമുക്ക് കാണാം. പഴയ വീഡിയോ ഞാൻ ഇപ്പോൾ ഇവിടെ അവസാനിക്കും. അത് പെരിയ പള്ളിക്കര റോഡ് ജംഗ്ഷനിൽ അന്ന് ഞാൻ നിർത്തിയതാണ്. അപ്പോൾ പുതിയ മുകളിലുള്ള വീഡിയോ പെരിയ അണ്ടർപാസ് വരെ പോകുന്നതായിട്ട് കാണാം. ഇതിപ്പോൾ പെരിയ മുകളിലുള്ള വീഡിയോ പെരിയ ഇന്ദിരാഭവൻ കാനറ ബാങ്കിൻ്റെ മുമ്പിലൂടെ പോകുന്ന സർവീസ് റോഡിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് മഴക്കാലത്ത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ കൂടുതൽ ഹൈവേയുടെ കമ്പാരിഷൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.